രണ്ടായി ചിന്തിപ്പോയി. നോക്കുക, ഇവിടെ രണ്ടിടത്തും ഒരേ വിവരണമാണ് കാണുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് പറയുമ്പോൾ ആ ഏലി ഏലി എന്നുള്ള വാക്ക് ശരിക്കും ഹീബ്രു വേർഡാണ്. എലോവായ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അരാമിക്കാണ്. ഇതിനകത്ത് ഏതാണ് യേശു പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഏതാണ്ട് രണ്ടും മാറി മാറി പറയത്തില്ല. ഒരു പക്ഷേ മർക്കോസ് എഴുതിയപ്പോൾ അത് എലോവായ് എന്ന് അവൻ, അതായത് ബിക്കോസ് യേശു സംസാരിച്ചിരുന്ന ഭാഷ അരാമിക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യേശു സംസാരിച്ചത് ഹീബ്രു അല്ല, യേശു സംസാരിച്ച ഭാഷ അരാമിക്കാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ മർക്കോസും എല്ലാം അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്ന സാധാരണ കോമൺ ഭാഷ അരാമിക്കാണ്, അരാമ്യ ഭാഷയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. സിറിയക്ക് എന്നും വേണമെങ്കിൽ പറയാം. നമ്മൾ സിറിയക്ക് എന്ന് പറയുന്ന ഭാഷയോട് നമ്മുടെ സാമ്യതയുള്ളതായ ഒരു ഏൻഷ്യൻ സിറിയക്ക് വേർഷനാണ് വാസ്തവത്തിൽ അരാമിക് എന്ന് പറയുന്നത്. അപ്പോൾ ഏലി ഏലി ലമ്മ ശബക്താനി എന്നുള്ള വാക്ക് കേട്ടപ്പോൾ പെട്ടെന്ന് ഇവർ പറയുകയാണ്, അവൻ ഏലിയാവെ വിളിക്കുന്നു. എലോവായ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് അവർക്ക് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞേനെയും, എൻ്റെ ദൈവമേ എന്ന് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞേക്കാം. ഒരു പക്ഷേ യേശു എബ്രായ ഭാഷയിലായിരിക്കാം ആ സമയത്ത് സംസാരിച്ചത് എന്നേ ഇതൊന്നും ഒരു വലിയ വിഷയമൊന്നുമല്ല കേട്ടോ. ഇതിനകത്ത് ഇത് ഏത് സംസാരിച്ചെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇവർക്ക് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള കാരണം ഒരു പക്ഷേ ഇവൻ എബ്രായ ഭാഷയിൽ സംസാരിച്ചതുകൊണ്ടാകാം. കാരണം എബ്രായ ഭാഷ നമ്മുടെ സംസ്കൃത ഭാഷയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്, അത് പുസ്തകത്തിലേ ഉള്ളൂ. ആ യേശുവിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് മിക്കപ്പോഴും എബ്രായ ഭാഷ പുസ്തകത്തിൻ്റെ ഭാഷയാണ്, അല്ലാതെ സംസാര ഭാഷയല്ല. കാരണം BC 2-ാം നൂറ്റാണ്ടിൽ അരാമ്യ അല്ലെങ്കിൽ സിറിയക്കാരായ ആളുകൾ ഇസ്രായേൽ കീഴടക്കിയതുകൊണ്ട്, പലസ്തീൻ കീഴടക്കി. ആൻറ്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന കിങ്, സിറിയൻ കിങ് പലസ്തീൻ കീഴടക്കി. അതിനുശേഷം അവരുടെ ദേശത്ത് ഭാഷയ്ക്ക് തന്നെ വലിയ വ്യത്യാസം ഉണ്ടായി. അങ്ങനെയാണ് വാസ്തവത്തിൽ അരാമയ്ക്ക് ഇവിടെ കുറെ കൂടെ കോമൺ ആകുന്നത്. അരാമയ്ക്ക് ആളുകൾ സംസാരിക്കാൻ തുടങ്ങുന്നത് BC 2-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കൂടുതൽ ആളുകൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് അവരെന്ത് പറയുന്നു, ഇവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. നിൽക്കുക, ഏലിയാവ് ഇവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറയുന്നു. നോക്ക്, യേശു കർത്താവിൻ്റെ ഈ വാക്കുകളെ അവർ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്നു. ഇതെപ്പോഴാണ് കർത്താവ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പകൽ നമ്മൾ കാണുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി. ഇവിടെ 6 മണി നേരമെന്നും 9 മണി നേരമെന്നും പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വൈകിട്ട് 6 മുതൽ 9 മണി നേരം വരെ എന്നല്ല, വൈകിട്ട് 9 വരെ എന്നല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലായിടത്തും ഇരുട്ടല്ലേ. നോർമലി വൈകിട്ട് 6 തൊട്ട് 9 വരെ എല്ലായിടത്തും ഇരുട്ടാണ്. പക്ഷേ യഹൂദന്മാർ സമയത്തെ വിവരിക്കുമ്പോൾ അവർ ദിവസവും രാത്രിയുമായിട്ട് അതിരിക്കുന്നത്. ദിവസവും രാത്രി, അവരുടെ ദിവസം തുടങ്ങുന്നത് രാവിലെ 6 മണിക്കാണ്. അതുകൊണ്ട് 3-ാം മണി നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 9 മണിയാണ്. 6-ാം മണി നേരം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് പെന്തിക്കോസ്ത് നാളിൽ പത്രോസ് വന്നിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവർ മദ്യപിച്ചവരൊന്നും അല്ല, ഇവർ വീഞ്ഞു കുടിച്ചവരല്ല. കാരണം ഇപ്പോൾ പകൽ 3-ാം മണി നേരമല്ല ആയുള്ളോ. അവിടെ പത്രോസ് ചോദിക്കുന്നതാണ്, രാവിലെ 9 മണിയല്ല ആയുള്ളോ, ഇപ്പോഴേ ഇതിനു മുമ്പ് എവിടെയാണ് പോയി ഇവർ വീഞ്ഞു കുടിക്കുന്നത്? അതിനുള്ള സമയമായില്ല. അതുകൊണ്ട് ഇവർ വീഞ്ഞു കുടിച്ചവരല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തന്നെ ആ ടൈം മനസ്സിലാക്കാനാണ്. ടാൻസാനിയയിലും മറ്റേ സ്വാഹിലി ഭാഷയിലുള്ള, അല്ലെങ്കിൽ ടാൻസാനിയയിലും മറ്റും ഇപ്പോഴും അവർ ഈ രീതിയിലാണ് ദിവസത്തെ കണക്കാക്കുന്നത്. അവർ സംസാരിക്കുമ്പോഴെല്ലാം എത്ര മണിക്ക് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും 6 o'clock എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും രാത്രി 6 മണിക്കാണെന്ന്. അവരതല്ല പറയുന്നത്. എന്താ പറയുന്നത് അറിയാമോ? ഉച്ചയ്ക്ക് 12 മണിക്ക് കാണാമെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് അവർ പറയുന്നത് വിൽ മീറ്റ് അറ്റ് 6 o'clock എന്ന് പറയും. ഇപ്പോഴും അവരങ്ങനെ ഉപയോഗിക്കുന്നത് ടാൻസാനിയയിലും പറ്റും. അപ്പോൾ ഞാൻ പറയാൻ കാര്യം, 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സമയം? എപ്പോഴാണ്? ഉച്ചയ്ക്ക് 12 മുതൽ 9-ാം മണി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? വൈകുന്നേരം 3 മണി. അതായത് ഏറ്റവും കൂടുതൽ വെളിച്ചം നമുക്ക് ലഭിക്കുന്നതായ സമയമാണ് ഇപ്പോൾ 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി എന്ന് പറയുന്നത്. ഇത് ഒരു എക്ലിപ്സ് ഒന്നുമല്ല. പലപ്പോഴും ഈ ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട്, അന്നേരം ഒരു സൂര്യഗ്രഹണം നടന്നതാണ് എന്ന് വേണമെങ്കിൽ അങ്ങ് പറയാനൊക്കെ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെ വിശദീകരിക്കാനായിട്ടുള്ള സമയമുണ്ട്. പക്ഷേ നമ്മൾ ശരിക്കും ലേവ്യ പുസ്തകത്തിലും മറ്റും, ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ പെസഹയുടെ
ഉത്സവത്തെക്കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പെസഹ എന്ന് പറയുന്നത് ശരിക്കും അവർ ആഘോഷിക്കുന്നത് ഫുൾ മൂണിൻ്റെ സമയത്താണ്, പൂർണ്ണചന്ദ്രൻ്റെ സമയത്താണ് പെസഹ അവർ ആചരിക്കുന്നത്. പൂർണ്ണചന്ദ്രൻ്റെ സമയത്ത് ഒരിക്കലും ഈ ഗ്രഹണം അസാധ്യമാണ്. ഇറ്റ് ഈസ് അറ്റ് ദ ടൈം ഓഫ് ഫുൾ മൂൺ, അസാധ്യമാണ്. അതുകൊണ്ട് ഇതൊരു സൂപ്പർ നാച്ചുറലായിട്ട് പ്രകൃതിയാതീതമായി ദൈവം നൽകിയ ഒരു ഇരുട്ടാണ്, ദൈവം വരുത്തിയ ഒരു ഇരുട്ടാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അല്ലാതെ ഈ മിറക്കിളിനെയൊക്കെ വ്യാഖ്യാനിക്കാനായിട്ട് ഇന്നത്തെ ഒരു വലിയൊരു ടെൻഡൻസി ഉണ്ട്. എല്ലാത്തിനും അതങ്ങനെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു, നമുക്ക് തോന്നിയതാണ് എന്നൊക്കെ പറയാനായിട്ട്. എന്താ ഇത്ര മടി നമുക്ക് കർത്താവിനാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യമാണെന്നുള്ളത് വിശ്വസിക്കാൻ നമുക്ക് എന്താ ഇത്ര മടി? ഇപ്പോഴത്തെ ബിഷപ്പുമാർക്കും മറ്റുള്ള ആളുകൾക്കുമൊക്കെ ഈ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ ഏതാണ്ട് അലർജി പോലെയാണ്. അതൊക്കെ സ്വാഭാവികമായി നടന്നതാണെന്ന് വരുത്തി തീർക്കാൻ ഇവർ പബ്ലിക്കിലും പ്രസംഗിക്കാനൊന്നും ഒരു മടിയുമില്ല, പോയി അങ്ങ് പ്രസംഗിക്കുകയാണ്. ഒരു ബിഷപ്പ് ഒരു സ്ഥലത്ത് ചെന്നിട്ട് പ്രസംഗിക്കുക, പള്ളിയിൽ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, പ്രിയമുള്ളവരെ, ഈ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പലസ്തീനിലേക്ക് നടന്നു പോകുമ്പോൾ ചെങ്കടൽ വിഭാഗിച്ചതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ അതുവഴിയൊക്കെ പോയിട്ടുണ്ട്. ആ സ്ഥലത്തൊന്നും ഈ പറയുന്ന വെള്ളമൊന്നുമില്ല, അവിടെ മുട്ടറ്റം വെള്ളമേ ഉള്ളൂ. അവരാ മുട്ടറ്റം വെള്ളത്തിലൂടെ നടന്നു കയറിയെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇത് കേട്ടപ്പോൾ ഓഡിയൻസിൽ നിന്ന് ഒരുത്തൻ ഹല്ലേലൂയ. ബിഷപ്പ് ചോദിച്ചു, താൻ എന്തിനാണോ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ പറയുന്നത്? സാധാരണ രീതിയിൽ ഇത് കേൾക്കുമ്പോൾ ഒന്ന് വിരല് കല്ലുകയോ ചെയ്യേണ്ടത്. ആളുകളെ വിരട്ടാൻ ഇവരിതൊക്കെ പറയുന്നതും. എന്നെ പറഞ്ഞു, അല്ല തിരുമേനി, താൻ എന്തിനാണോ ഇത്ര വലിയ സ്തോത്രം പറഞ്ഞത്? തിരുമേനി, ഞാൻ സ്തോത്രം പറഞ്ഞതിനൊരു കാരണമുണ്ട്. എന്തോ കാരണമാണ്. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നും ഇല്ലെന്നല്ലയോ? ഇസ്രായേൽ മക്കളും ചെങ്കടൽ കടന്നതിനകത്ത് വലിയ അത്ഭുതമൊന്നും ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? അതിനെന്തിനാണ് ഞാൻ ഇത്ര വലിയ ഹല്ലേലൂയ പറഞ്ഞേ? ഞാൻ അതിനല്ല തിരുമേനി ഹല്ലേലൂയ പറഞ്ഞേ. പിന്നെ അല്ല, ഈ മുട്ടറ്റം വെള്ളത്തിലാണല്ലോ ദൈവം ഫറവോനെയും സൈന്യത്തെയും മുക്കിക്കൊന്നതെന്നോർത്ത് ഞാനൊരു ഹല്ലേലൂയ അങ്ങ് പറഞ്ഞു പോയതാ. ഈ മുട്ടറ്റം വെള്ളത്തിലാണല്ലോ ദൈവം ഈ ഫറവോനെയും സൈന്യത്തെയും മുക്കിക്കൊന്നതെന്നോർത്ത് ഞാൻ ഒരു വലിയൊരു ഹല്ലേലൂയ അങ്ങ് പറഞ്ഞു പോയതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അത്ഭുതങ്ങളെ, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെയൊക്കെ ബിലിറ്റല് ചെയ്യാനുള്ള ഒരു വലിയ ടെൻഡൻസി ഇപ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാർക്കും മറ്റുള്ള ആളുകൾക്കുമൊക്കെ ഉണ്ട്. എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? ദൈവത്തിന് ഈ കാര്യങ്ങളെ അസാധ്യമാണെന്ന് ചിന്തിക്കും. ഒന്നുകിൽ നിങ്ങൾ ഇതിനെ ഇട്ടേച്ചു പോകും. ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയത്തില്ലെങ്കിൽ എന്തിനാ ഇത് പിടിച്ചോണ്ട് നടക്കുന്നത്? ഇത് പിടിച്ചോണ്ട് നടക്കുകയാണെങ്കിൽ ഇത് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഇട്ടേച്ചു പോക്കോ, അത്രയേ ഉള്ളൂ, അല്ലേ? ബിലീവ് വാട്ട് ഈസ് റിട്ടൻ ഇൻ ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. സ്പർജൻ്റെ അടുത്ത് ഒരാൾ ചെന്നിട്ട് ചോദിച്ചു, സ്പർജൻ, യോനായെ ഒരു മത്സ്യം വിഴുങ്ങി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു മനുഷ്യനെ ഒരു മത്സ്യം വിഴുങ്ങി എന്നൊക്കെ പറയുന്നത്? സ്പർജൻ പറഞ്ഞു, യെസ്. ഇനി അത് തിരിച്ചു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുമെന്ന്. മനസ്സിലായോ? സ്പർജൻ പറഞ്ഞത് വേദപുസ്തകത്തിൽ യോനായെ മത്സ്യം വിഴുങ്ങിയെന്നല്ല, യോന തിമിംഗലത്തെ വിഴുങ്ങിയെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, അത് വേദത്തിൽ എഴുതിയതാണെങ്കിൽ. തിമിംഗലം യോനായെ വിഴുങ്ങിയെന്നല്ല, അല്ലെങ്കിൽ എന്താണ്, മത്സ്യം യോനായെ വിഴുങ്ങിയെന്നല്ല, യോന ഈ തിമിംഗലത്തെ വിഴുങ്ങിയെന്ന് വേദത്തിൽ എഴുതിയാലും ഞാൻ വിശ്വസിക്കുമെന്ന്. വേദത്തിൽ അങ്ങനത്തെ ഉള്ള സ്റ്റോറീസ് ഒന്നും ഇല്ല, അസ്വാഭാവികമായ സ്റ്റോറീസ് ഒന്നും വേദത്തിൽ വെറുതെ എഴുതി വെച്ചിട്ടില്ല എന്ന് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ എപ്പിക്കുകളിലും മറ്റുള്ള പുരാണങ്ങളിലും മറ്റും കാണുന്നത് പോലെയുള്ള യാതൊരു രീതിയിലും സെൻസ് ഉണ്ടാക്കാൻ കഴിയാത്ത സ്റ്റോറീസ് ഒന്നും വേദത്തിലില്ലല്ലോ. ഇറ്റ് ഈസ് ക്വൈറ്റ് കോമൺ. എന്നാൽ കർത്താവ് ചില സമയങ്ങളിൽ നടത്തുന്നതായ അത്ഭുതങ്ങൾ, മിറക്കിൾസ്. പക്ഷേ ഇതിനകത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ആത്മീകമായ അർത്ഥമുണ്ട്. അതാണ് ഇതിനകത്തെ പ്രത്യേകത. അവിടെ ദേശത്തെല്ലായിടത്തും ഉണ്ടായി എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ അത് ഉണ്ടാകാനുള്ള കാരണം, അതൊരു സൈനായിട്ട് വരാനുള്ള കാരണം, യേശുവിനെ പിതാവിന് നോക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജാണിപ്പോൾ. വൈ? ബിക്കോസ് ഹി ഈസ് ഇൻ. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അവിടെ ആ ആത്മീകമായ അർത്ഥമാണ് വരുന്നത്. പിന്നീട് ഇത് തീർച്ചയായും നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നതായ കാര്യമാണ്. ആമോസിൻ്റെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ, ബുക്ക് ഓഫ് ആമോസിൻ്റെ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് ഇതുമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടതായ ഒരു വാക്യമുണ്ട്. അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും. നോക്കുക, അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വേദപുസ്തകത്തിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾഡ് ടെസ്റ്റമെന്റിലെ
കാര്യങ്ങൾ ഈ ഈ ഈ ഇഷ്യൂവിലൊക്കെ ഞാൻ ഗുഡ് ന്യൂസിൽ എഴുതിയ ഒരു കാര്യമുണ്ട്. ഈ യഹോവയുടെ ഉത്സവങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ എത്ര കൃത്യമായി അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കുന്നു, എത്ര കൃത്യമായിട്ട്. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല ഇതൊക്കെ പ്ലാൻഡ് ആയിട്ട് ഒരു സ്റ്റോറി യേശുവിൻ്റെ ഉണ്ടാക്കിയതാണെങ്കിൽ ഇത്രയും ക്ലാരിറ്റിയും ഇത്രയും കൃത്യതയും ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോലും കഴിയില്ല. ആ കമ്പാരിസണും മറ്റുള്ളവർക്ക് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, എക്സോഡസിൽ പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നതിന് മുമ്പ്, എക്സോഡസ് പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വേഴ്സ് 21 ഓൺവേഴ്സ് അവിടെ എഴുതിക്കുന്നപ്പോൾ യഹോവ മോശയോട് മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് പറഞ്ഞു. മോശ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. ഓരോരുത്തരും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായി. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നത്. പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നതിന് മുമ്പ് മിസ്രയീമിൽ എന്തുണ്ടായി? 3 ദിവസത്തേക്ക് ഇരുട്ടുണ്ടായി. ഇതാ നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശു കർത്താവ് അറുക്കപ്പെടുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കുകയാണ്? 3 മണിക്കൂർ ഇരുട്ടുണ്ടാവുകയാണ്. പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നതിന് മുമ്പ് 3 ദിവസത്തേക്ക് എന്തുണ്ടായി? ഇരുട്ടുണ്ടായി. ഇതാ നമ്മുടെ പെസഹ കുഞ്ഞാട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ വിളിച്ചു പറയുന്ന കാര്യമുണ്ട്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പൗലോസ് പറയുന്നു നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. നോക്കുക, യേശുവിനെ പെസഹ കുഞ്ഞാടായി അല്ലെങ്കിൽ അറുക്കപ്പെടുന്ന കുഞ്ഞാടായി, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി യോഹന്നാൻ സ്നാപകനും, അതേപോലെ തന്നെ അവനെ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാടായി യോഹന്നാൻ സ്നാപകനും നമ്മുടെ പെസഹ കുഞ്ഞാടായിട്ട് ആരാണ്? പൗലോസും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അതിൻ്റെ ആ കമ്പാരിസണാണ് നമ്മൾ കാണുന്നത്. പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നതിന് മുമ്പായിട്ട് എന്തുണ്ടാകുന്നു? ദേശത്തെല്ലായിടത്തും 3 മണിക്കൂർ ഇരുട്ടുണ്ടാകുകയാണ്. യേശു കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ 3 hours ഓഫ് ഡീപ് ഡാർക്ക്നെസ് നമ്മളവിടെ കാണുകയാണ്. ഇത് അവിടെ കിടന്നുകൊണ്ടാണ് ആ 3 മണിക്കൂർ യേശുവും നിശബ്ദനായിരുന്നു. എന്നാൽ ആ 3 മണിക്കൂർ കഴിയുന്ന സമയത്ത് 9-ാം മണി നേരത്ത്, ഏകദേശം 9-ാം മണി നേരം ആയപ്പോൾ എന്ന് മത്തായിയും 9-ാം മണി നേരത്ത് എന്ന് മർക്കോസും പറയാണ്. എന്ത് പറയാണ്? അവൻ ഏകദേശം 9-ാം മണി നേരത്ത് യേശു എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് അർത്ഥമുള്ള എലോഹി എലോഹായ് ലമ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. അതാണ് യേശുവിൻ്റെ തിരുമൊഴിയുടെ അടുത്ത ഭാഗമായിട്ട്, അതല്ലെങ്കിൽ 4-ാമത്തെ തിരുമൊഴിയായിട്ട് നമ്മൾ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 21-ാം സങ്കീർത്തനം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന വാക്യത്തിൻ്റെ, അല്ലെങ്കിൽ അത് നമുക്കറിയാവുന്നതുപോലെ മശിഹയെക്കുറിച്ച് വിശദമാക്കുന്നതായ ഒരു വേദഭാഗമാണ് 22-ാം സങ്കീർത്തനം എന്ന് നമുക്കറിയാം. എന്ന് വെച്ചുകൊണ്ട് അതിനകത്തെ കാര്യങ്ങളൊന്നും വേറെ ഒരു രീതിയിലും അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നൊന്നും അർത്ഥമില്ല. നമ്മൾ ചിലപ്പോഴും നമുക്കുള്ളൊരു പ്രശ്നം, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു മശിഹൈക പ്രവചനം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ പറയും ഇത് ഒരു മശിഹൈക സങ്കീർത്തനം. പിന്നെ ആ കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും ബാധകമല്ലെന്നുള്ള നിലയിലാണ് നമ്മൾ ഇടപെടുന്നത്. അങ്ങനെയൊന്നുമില്ല. വേദപുസ്തകത്തിലെ ഏത് പ്രവചന ഭാഗങ്ങളും ഞാൻ ചിലപ്പോഴൊക്കെ അതിനെ വിശദമായിട്ട് പറയാറുണ്ട്. അതായത് ഏത് പ്രവചന ഭാഗത്തിനും ഏറ്റവും കുറഞ്ഞത് 1-2 അത് ഒരു മൾട്ടി ഫേസഡ് ആയിരിക്കും, അത് പല മുഖങ്ങളുണ്ടായിരിക്കും. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഒരു സങ്കീർത്തനക്കാരൻ എഴുതുമ്പോൾ അവൻ പ്രവചനമായി മാത്രമല്ല അത് എഴുതുന്നത്, അവൻ്റെ ജീവിതത്തിലും ഇതുപോലുള്ള ഒരു അനുഭവത്തിലൂടെ അവൻ കടന്നു പോയിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതായത് ഇവൻ അനുഭവിക്കാത്ത ഒരു കാര്യമായിരിക്കില്ല ഇവൻ എഴുതുന്നത്. He himself was undergoing that kind of situation and he is writing it, and that becomes a prophecy in the life of Messiah. അവൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം അവൻ എഴുതുമ്പോൾ അത് മശിഹയെക്കുറിച്ചുള്ള ഒരു പ്രവചനമായി പരിണമിക്കുകയാണ്. ഇതിവൻ അനുഭവിച്ചില്ല എന്നർത്ഥമില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്